പാർട്ടി വെയർ ആയിട്ട് വരുന്ന കുറച്ച് ഗൗൺസിൻ്റെ കളക്ഷൻസ് ആയിട്ട് കാണിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഇന്നത്തെ ഡിസ്പ്ലേ ആയിരുന്നു. അപ്പോൾ കുറച്ച് മീൻസ് യൂണീക്കായിട്ട് തോന്നിയുകൊണ്ട് അത് നിങ്ങളുടെ വീഡിയോയിലും കൂടെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി. അതായത് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ബേസ് കംപ്ലീറ്റ്ലി ഓഫ് വൈറ്റിലായിരിക്കും വരുന്നത്. അതിലേക്ക് കോൺട്രാസ്റ്റ് നമ്മൾ ദുപ്പട്ട പെയർ ചെയ്ത്, അതായത് കോൺട്രാസ്റ്റ് ഷെയ്ഡ്സിൽ വരുന്ന ദുപ്പട്ട കൊടുത്ത് പെയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ. നിങ്ങൾ ആ ജസ്റ്റ് ആ കളേഴ്സ് നോക്കിയോ കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോയിലും കൂടി അങ്ങ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പം ഇതിനകത്ത് വരുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് ഷിമ്മർ ഫാബ്രിക് ആട്ടോ. നിങ്ങൾക്ക് ഇത് അത്ര ഡീറ്റെയിൽ അറിയുമെന്ന് അറിയില്ല. ഷിമ്മർ ഫാബ്രിക്കിൽ കംപ്ലീറ്റ്ലി ഇതുപോലെ ത്രെഡും സ്റ്റോൺസും കൊടുത്തിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കൊടുത്തിരിക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് ഇതുപോലെ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വന്നിട്ട് എൻഡിൽ ഇതുപോലെ കംപ്ലീറ്റ്ലി ത്രെഡും സ്റ്റോൺസും കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നല്ല വലിയ ദുപ്പട്ടയാണ് വരുന്നത് കേട്ടോ. അതായത് ഓഫ് വൈറ്റ് ഇപ്പം നല്ല തീമിൽ പോകുന്ന കുറേ, അതായത് ഒരുപാട് പേര് ഓഫ് വൈറ്റ് ചൂസ് ചെയ്യുന്നുണ്ട്. വെഡ്ഡിങ്ങിലൊക്കെ ആണെങ്കിലും ഈ ഒരു ഷെയ്ഡ്സ് കംപ്ലീറ്റ്ലി കുറച്ച് നല്ല മൂവിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്സാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടാണ് പാറ്റേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് നിങ്ങളൊന്ന് ഡീറ്റെയിലിംഗ് നോക്കിക്കോ കേട്ടോ. വേണ്ട ഇതുപോലെ ഫുൾ ലൈൻസ് കൊടുത്തിട്ട് എൻഡിലേക്ക് നമ്മുടെ ഹെം ലൈനിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല തിക്കായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ അത്യാവശ്യം ഈ ഒരു വൈറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ഒരു ഹെവി വർക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിത് വെയർ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ലുക്കേ വരത്തുള്ളൂ. മീൻസ് അങ്ങ് ഒരുപാട് ഹെവിയാണെന്ന് ഫീൽ ചെയ്തില്ല. ഒരു ഷെയ്ഡിൻ്റെ കൂടെ പ്രത്യേകത അത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ 4 ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ബഡ്ജറ്റഡ് ആയിട്ടുള്ള റേഞ്ച് ആട്ടോ. ഒരു 3 റേഞ്ചേ വരുന്നുള്ളൂ. ഇത്രയും ഹെവി വർക്ക് സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3190 റേഞ്ചിലാണ് അവൈലബിൾ ആക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതൊരു ഫ്രീ സൈസിൽ, അതായത് എനിക്കൊന്ന് എക്സൽ വരെയുള്ള കസ്റ്റമേഴ്സ്, ലാർജ് എക്സലുകാർക്ക് ഓക്കെ ആയിരിക്കും. ഡബിൾ എക്സൽ മാക്സിമം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട ഇതാണ് വരുന്നത്. വേണ്ട ഫസ്റ്റ് ഷെയ്ഡിൽ നമ്മൾ കോൺട്രാസ്റ്റ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള പേർപ്പിൾ ടോണാണ് കേട്ടോ. ഇനി ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. സെക്കൻഡ് ഷെയ്ഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇതുപോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കേട്ടോ. നിങ്ങൾ ആ ഗൗണിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയോ കേട്ടോ. താഴേക്ക് വരുന്ന ഒരു ഹെം ലൈൻ വർക്കും ഇത് മാനിക്യൂറിലായതുകൊണ്ട് കേട്ടോ. ശരിക്കും നമുക്കൊക്കെ ഇത് വെക്കുവാണെങ്കിൽ ഫ്ലോർ ലെങ്തിൽ കിടക്കും. നമുക്ക് അതായത് ബോട്ടം വെയർ ചെയ്യണമെന്നില്ല ആ രീതിയിൽ ഫ്ലോർ ലെങ്തിൽ കിടക്കുന്ന രീതിയിലാട്ടോ. മാനിക്യൂറിലായതുകൊണ്ട് ഇത്ര ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെങ്ത് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് റാണി പിങ്ക് കേട്ടോ. ഇതുപോലെ എൻഡിൽ ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നെക്ക് ലൈനിലും നല്ല വർക്കൊക്കെ കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാമ ഗ്രീൻ ഷെയ്ഡിലാണ് ഫൈനൽ ഷെയ്ഡ് വരുന്നത്. ഇത്രയും ഷെയ്ഡ്സ് വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പട്ടി വെയർ സ്റ്റൈലിംഗ് ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഇത് എല്ലാം നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആട്ടോ. അത്യാവശ്യം നല്ല ഹെവി സ്റ്റൈലിങ്ങിൽ വരുന്ന കളക്ഷൻസ് നമുക്ക് ഷോപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ ഷോപ്പ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വേണമെന്നുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്